നാം നിസ്സാരമായി കാണുന്ന, അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന 6 പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ 6 പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ദാരിദ്ര്യം കുമിഞ്ഞുകൂടുമെന്നാണ്. നമുക്കൊരുപാട് സമ്പത്ത് ഒരു പക്ഷേ ലഭിച്ചിട്ടുണ്ടാകും, അതേത് വഴിക്ക് ചിലവായി എന്നറിയില്ല. നമുക്ക് ദാരിദ്ര്യം പിടിപെട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ കൂടപ്പിറപ്പായി ഉണ്ടാവുകയും ചെയ്യും. നാം നിസ്സാരമായി കാണുന്ന 6 കാര്യങ്ങൾ കൊണ്ടാണ് ഈ ദാരിദ്ര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഏതാണ് ആ 6 കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം കളവ് പറയുക എന്നുള്ളത് തന്നെയാണ്. കളവ് പറയുന്ന മനുഷ്യന് ദാരിദ്ര്യം വരുന്ന വഴി അറിയില്ല എന്നാണ്. പെട്ടെന്ന് ദാരിദ്ര്യം വരും, പ്രയാസങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരും. കളവ് പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതൊഴിവാക്കുക. രണ്ടാമത്തെ വിഷയം, നാം ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടയ്ക്കുക എന്നുള്ളതാണ്. നാം ധരിച്ച വസ്ത്രത്തിൻ്റെ ഒരു തലപ്പെടുത്തിട്ട് മുഖം തുടയ്ക്കുന്ന ഒരു സ്വഭാവക്കാരനാണോ നമ്മളെങ്കിൽ നമുക്ക് ദാരിദ്ര്യം വന്നുപെടും, യാതൊരു സംശയവും ഇല്ല. ഷർവാനി അതുപോലെ സ്വലാഹുദ്ദീൻ പോലത്തെ കിതാബിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞൊരു വിഷയമാണ്. മൂന്നാമത്തെ വിഷയം, ഇഷാ മഗ്‌രിബിനിടയിൽ ഉറങ്ങുക എന്നുള്ളതാണ്. ഉറങ്ങുന്ന ശീലം നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ മാറ്റണം. നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും, നമ്മുടെ രക്ഷിതാവിന് ദാരിദ്ര്യം വരും, നമ്മുടെ കുടുംബനാഥന് ദാരിദ്ര്യം വരും, നമ്മുടെ മക്കൾക്ക് ദാരിദ്ര്യം വരും. മഗ്‌രിബ് ഇശായിൻ്റെ ഇടയിൽ നാം ഉറങ്ങാതിരിക്കുക. നാലാമത്തെ വിഷയം, വേസ്റ്റ് കൂട്ടിയിടുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ വേസ്റ്റ് കൂട്ടിയിടുന്ന സ്വഭാവക്കാരാണോ നമ്മളെങ്കിൽ പ്രത്യേകിച്ച് സഹോദരിമാർ മനസ്സിലാക്കണം. അടുക്കളയ്ക്ക് അടിച്ചു വാരിയിട്ട് ആ വേസ്റ്റ് ഒരു മൂലയ്ക്ക് അവിടെ കൂട്ടി വെക്കും, പിന്നീട് എടുത്ത് കളയാലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വന്നുകൂടും, നമ്മുടെ സാമ്പത്തികമായി വളരെ പ്രയാസങ്ങൾ വരും. പിന്നീട് കരഞ്ഞിട്ടോ ദുആ ചെയ്തിട്ടോ ഫലമുണ്ടാവില്ല. നാം മുമ്പേ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അഞ്ചാമത്തെ കാര്യം, പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ചീർപ്പുകളുണ്ടാകും, ആ ചീർപ്പ് പൊട്ടിയതാണോ നാം ഉപയോഗിക്കരുത്. പൊട്ടിയ ചീർപ്പ് 1-2 പല്ലല്ല ഇടന്നീളൂ എന്ന് വിചാരിക്കരുത്. പൊട്ടിയ ചീർപ്പ് കൊണ്ട് നമ്മുടെ മുടി മാറിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് കിതാബിലൂടെ നമുക്ക് കാണാൻ കഴിയും. അവസാനമായി ഒരു വിഷയം കൂടി പറയാം. മാതാപിതാക്കളെ ചീത്ത പറയുന്ന വീടാണോ നമ്മുടെങ്കിൽ, നമ്മൾ മക്കൾ മാതാപിതാക്കളെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. ദാരിദ്ര്യത്തിന് മറ്റെങ്ങും പോവേണ്ടതില്ല. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചീത്ത പറയാൻ പോവരുത്, അത് വലിയ തെറ്റുകൂടിയാണ്. മാത്രമല്ല, ഇങ്ങനെ നാം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അത്തരം സ്വഭാവമുണ്ടെങ്കിൽ ദാരിദ്ര്യം വരുന്ന വഴി നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, തീർച്ചയായും ദാരിദ്ര്യം വരും. ഈ 6 കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ ദാരിദ്ര്യത്തിൽ നിന്നൊരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. സാമ്പത്തികമായ പുരോഗതി നമുക്കുണ്ടാകും. സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ.